പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കെമി മാസ്റ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റിവിഷനാണ്. അതായത് ഈ പ്രാവശ്യത്തെ എക്സാം എന്ന് പറയുന്നത് നമുക്കറിയാം ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എക്സാം. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ഫാസ്റ്റായി നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ റിവിഷൻ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സൊല്യൂഷൻ, അതായത് കെമിസ്ട്രിയിൽ നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ഉള്ള റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ റിവിഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സാമിന് വരുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. എന്തായാലും നമുക്ക് ഈ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണിത്. നമ്മൾ ഇത് റിവൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സാം ഹാളിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹെൻറീസ് ലോ. ഇത് സോലിബിലിറ്റി ഓഫ് ഗ്യാസ് ആൻഡ് ലിക്വിഡ് എന്ന് പറയുന്ന പാർട്ടിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെ ആൻസർ ചെയ്യാം നമുക്ക് ഓർമ്മിക്കാം. അതായത് നമുക്ക് സോഡ വാട്ടർ അറിയാം. സോഡ വാട്ടർ നമ്മൾ സീൽ ചെയ്യുന്നത് അണ്ടർ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നു. സോലബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് സോഡ വാട്ടറിൽ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീൽഡ് അണ്ടർ ബോട്ടിൽസ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ നമുക്കറിയാം. അത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും സോലബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. അതല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെൻറീസ് ലോയിൽ നമ്മൾ പറയുന്നതാണ്. അതായത് നമുക്കിങ്ങനെ എഴുതി കാണിക്കാം. ഹെൻറീസ് ലോ നമുക്ക് മോൾ ഫ്രാക്ഷൻ ടേമിൽ പറഞ്ഞാൽ പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എഴുതാം. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എന്ന് പറഞ്ഞാൽ പി ഈസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ ഗ്യാസ് ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമുക്ക് ഹെൻറീസ് ലോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. അതായത് ഹെൻറീസ് ലോസ് കോൺസ്റ്റന്റ്, അതാണ് KH എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഹെൻറീസ് ലോ എന്ന് പറയാം. അപ്പോൾ ഇതാണ് നമുക്ക് ഓർമ്മിക്കേണ്ടത്. പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ ദാറ്റ് ഈസ് ഹെൻറീസ് ലോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ഹെൻറീസ് ലോയുടെ അപ്ലിക്കേഷൻ. ഒന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അതേപോലെ നമുക്കറിയാം, അതേപോലെ സോഡ വാട്ടറിലൊക്കെ നമുക്ക് ബോട്ടിൽസ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. അത് എന്തുകൊണ്ടാണ്? ടു ഇൻക്രീസ് ദ സോലിബിലിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് നമുക്കറിയാം ഇതെന്താണ് അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ് സ്ക്യൂബ ഡൈവേഴ്സ് ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് മെഷർ ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ബ്രീത്തിങ് മെഷർ ഉപയോഗിക്കാനുള്ള കാരണം ഇവിടെ അണ്ടർ ഹൈ പ്രഷറിൽ നൈട്രജൻ നമ്മുടെ ബ്ലഡിൽ ഡിസോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് ബെൻഡ് പോലെയുള്ള മെഡിക്കൽ കണ്ടീഷൻ ഉണ്ടാക്കുന്നു. അതായത് ടു അവോയ്ഡ് ബെൻഡ് വി ആർ യൂസിങ് to avoid bend the scuba divers are using artificial breathing measures. അത് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ആണ്. അടുത്തത് നമുക്ക് നോക്കാം. അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സിൽ ലോ പ്രഷർ ആയിരിക്കും. ആ ലോ പ്രഷറിൽ നമുക്ക് അനോക്സിയ ഫീൽ ചെയ്യും. അനോക്സിയ എന്ന് പറഞ്ഞാൽ ബോഡി വീക്ക് ആകുന്ന കണ്ടീഷനാണ്. അതായത് ലോ പ്രഷറിൽ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുന്നു, ബ്ലഡിൽ ഡിസോൾവ് ചെയ്യുന്ന ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. സോ അനോക്സിയ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ കഴിയും അനോക്സിയ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് എന്താണ്, ഇവിടെയും റിലേറ്റഡ് ടു എന്താണ്, ഹെൻറീസ് ലോ ആണ്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കേസ് പറയാം. അതായത് ടെമ്പറേച്ചർ നമുക്കറിയാം ഇൻക്രീസ് ചെയ്യുമ്പോൾ സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് ഡിക്രീസസ് ആണ്. ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. സോലിബിലിറ്റി ഓഫ് ദ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിക്രീസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അക്വാട്ടിക് ലൈഫ് ആർ മോർ കംഫർട്ടബിൾ ഇൻ കോൾഡ് വാട്ടർ ദാൻ ദാറ്റ് ഓഫ് ഹോട്ട് വാട്ടർ. അപ്പോൾ നമുക്ക് ഇതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പറയാം. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പറയാം എന്തുകൊണ്ടായിരിക്കും. അതായത് കോൾഡ് വാട്ടറിലാണ് മോർ ഓക്സിജൻ കണ്ടന്റ്, ഡിസോൾഡ് ഓക്സിജൻ ഉണ്ടാവുക ഹോട്ട് വാട്ടറിലേക്കാണ്. സോ നമുക്ക് പറയാൻ കഴിയും അക്വാട്ടിക് ലൈഫ് എന്ന് പറയുമ്പോൾ ഫിഷ് പോലെയുള്ള ജലജീവികൾക്ക് നല്ലത് ഏതാണ്, ഹോട്ട് വാട്ടറിനെ കാണും.
നല്ലത് എന്ന് പറയുന്നത് കോൾഡ് വാട്ടറാണ്. ബിക്കോസ് ഓക്സിജൻ ഡിസോൾവ് എപ്പോഴാണ് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത്, അതായത് കോൾഡ് കണ്ടീഷനാണ് മോർ ഓക്സിജൻ ഡിസോൾവ് ചെയ്യുക വാട്ടറിൽ. ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറിസ് ലോ അറിയാം, അതേപോലെ തന്നെ എന്താണ് ഹെൻറിസ് ലോയുടെ ഡെഫിനേഷൻ അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, അതായത് റോൾസ് ലോ എന്താണ്, അതായത് വാട്ട് ഈസ് റോൾസ് ലോ, എന്താണ് റോൾസ് ലോ. നമുക്ക് ഈ റോൾസ് ലോ അറിയാമെങ്കിൽ നമുക്ക് അടുത്ത ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ റോൾസ് ലോ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റോൾസ് ലോ നമുക്ക് വേഗം ഇങ്ങനെ എഴുതാം, PA directly proportional to chi A and PB directly proportional to chi B. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് ബൈനറി സൊല്യൂഷൻസിൻ്റെ കേസ്, അതായത് രണ്ട് സോൾവെൻറ്റ്, ഇവിടെ രണ്ട് ലിക്വിഡ് വോളറ്റൈൽ കമ്പോണൻറ്റ് എയും ബിയും നമ്മൾ മിക്സ് ചെയ്തിട്ട് സൊല്യൂഷൻ ഫോം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബൈനറി സൊല്യൂഷൻ ഉണ്ടാകുന്നു. ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ് the partial vapor pressure of each component is directly proportional to its mole fraction. ഇവിടെ നോക്കിയാൽ എയും ബിയും ആണ്, രണ്ട് ലിക്വിഡാണ്. രണ്ട് ലിക്വിഡിൻ്റെ കേസിൽ എയും ബിയും. ഇതിൻ്റെ ഒന്നാമത്തെ കേസിൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ, PB പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ കമ്പോണൻറ്റ് B ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ B. ഇതാണ് റോൾസ് ലോ. നമുക്കിങ്ങനെ എഴുതിയാലും മതിയാകും. അതായത് PA is equal to എന്ന് പറയുമ്പോൾ P0 A ഇൻറ്റു കൈ എ എന്ന് വരും. PB is equal to എന്ന് പറയുമ്പോൾ നമുക്ക് P0 B ഇൻറ്റു കൈ B. അപ്പോൾ നമുക്കിവിടെ ഈ ടേം പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് പി എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ കമ്പോണൻറ്റ് എ, P0 A എന്ന് പറഞ്ഞാൽ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് എ, ആൻഡ് കൈ എ ഇസ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ കമ്പോണൻറ്റ് എ. അതേപോലെയാണ് ഇവിടെയും PB പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ കമ്പോണൻറ്റ് ബി, ആൻഡ് ദിസ് ഈസ് P0 B ഇസ് ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് ബി, ആൻഡ് കൈ ബി ഇസ് ദ മോൾ ഫ്രാക്ഷൻ. ഇതിനെയാണ് നമ്മൾ റോൾസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ റോൾസ് ലോ എന്താണെന്ന് മനസ്സിലായി കാണും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ റോൾസ് ലോ എന്താണെന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് എൻ ഐഡിയൽ സൊല്യൂഷൻ. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് എൻ ഐഡിയൽ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി, ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ്. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ വിച്ച് ഒബേ റോൾസ് ലോ ഓവറോൾ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. റോൾസ് ലോ ഒബേ ചെയ്യുന്നു ഓവറോൾ കോൺസെൻട്രേഷൻ. ഇതിന് നമ്മൾ എന്ത് പറയുന്നു, എന്താണ് അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഐഡിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പോയിന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് റോൾസ് ലോ ഒബേ ചെയ്യുന്നു. നമ്മൾ ബൈനറി സൊല്യൂഷൻ്റെ കേസ് ആകുമ്പോൾ നമുക്ക് വേഗം റോൾസ് ലോ എഴുതാം. PA ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ എ, ദറ്റ് ഈസ് PA ഈസ് ഈക്വൽ ടു P0 A ഇൻറ്റു കൈ എ. ഇത് പോയിൻ്റാണ്. അതേപോലെ നമുക്ക് PB ബൈനറി സൊല്യൂഷൻ എഴുതുമ്പോൾ രണ്ട് കമ്പോണൻ്റ് ഉണ്ടെന്ന് അറിയാം. സോ നമുക്ക് PB ദാറ്റ് ഈസ് ഈക്വൽ ടു P0 B ഇൻറ്റു കൈ B. ഇപ്പോൾ ഞാൻ എഴുതുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. ഇത് നമ്മൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ വിച്ച് സൊല്യൂഷൻ വിച്ച് ഒബേ റോൾസ് ലോ എന്ന് മാത്രം എഴുതിയാൽ മതിയാകും. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വി മിക്സിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ തേർഡ് പോയിന്റ് ഡെൽറ്റ എച്ച് മിക്സിങ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഈ പോയിന്റ് മാത്രം മതിയാകും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ഡെൽറ്റ വി മിക്സിങ് 0 ആണ് ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ. എന്ന് പറഞ്ഞാൽ വോളിയം ചേഞ്ച് ഉണ്ടാകത്തില്ല, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതേപോലെ ഹീറ്റ് ചേഞ്ച്, ദർ ഇസ് നോ ഹീറ്റ് ചേഞ്ച് ആണ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ദ സൊല്യൂഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് മിക്സിങ് 0. ഇനി നമ്മൾ ഇതിൽ ഓർമ്മിക്കേണ്ടത് എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഐഡിയൽ സൊല്യൂഷൻ ഡെൽറ്റ വി മിക്സിങ് അതേപോലെ ഡെൽറ്റ എച്ച് മിക്സിങ് 0 ആകാനുള്ള കാരണം എയും ബിയും തമ്മിൽ മിക്സ് ആക്കുകയാണെങ്കിൽ നമ്മൾ AB മോളിക്കുലാർ ഇൻട്രാക്ഷൻ, അതാണ് പോയിന്റ്. റീസൺ എന്ന് പറയുന്നത് AB മോളിക്കുലാർ ഇൻട്രാക്ഷൻ ആർ സിമിലർ ടു ദാറ്റ് ഓഫ് AA ആൻഡ് BB മോളിക്കുലാർ ഇൻട്രാക്ഷൻ. അതായത് എയും ബിയും തമ്മിൽ മിക്സ് ആക്കി നമ്മൾ പുതിയ സൊല്യൂഷൻ ഉണ്ടാക്കുകയാണ് ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ ആ മോളിക്കുലാർ ഇൻട്രാക്ഷൻ എന്തായിരിക്കണം, സിമിലർ ടു ദാറ്റ് ഓഫ് AA ആൻഡ് BB. ഇത്രയും പോയിന്റ് നമ്മൾ ഓർമ്മിച്ചാൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ സൊല്യൂഷനായി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ഇതിൽ പറയാനുള്ളത് ഐഡിയൽ സൊല്യൂഷന് എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, സിമിലർ സൈസ് മോളിക്കുലാർ സൈസുള്ള കോമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഓഫ് ഐഡിയൽ സൊല്യൂഷനാണ് N ഹെപ്റ്റെയിൻ ആൻഡ് അതേപോലെ N ഹെപ്റ്റെയിൻ ആൻഡ് N ഹെക്സെയിൻ ആണ്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ. അതേപോലെ തന്നെ നമുക്ക് പറയാം ബെൻസീനും അതേപോലെ ബെൻസീൻ ആൻഡ് ടുലൂയിൻ ഐഡിയൽ സൊല്യൂഷനായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് പറയാം.
അതേപോലെ തന്നെ നമുക്ക് പറയാൻ കഴിയും ഈഥൈൽ ക്ലോറൈഡ് ആൻഡ് ബ്രോമൈഡ്, ഈഥൈൽ ക്ലോറൈഡ് ആൻഡ് ഈഥൈൽ ബ്രോമൈഡ്, ഈഥൈൽ ക്ലോറൈഡ് ആൻഡ് ഈഥൈൽ ബ്രോമൈഡ്. ഇപ്പോൾ എക്സാമ്പിളായി. ഇപ്പോൾ ഈ ഐഡിയൽ സൊല്യൂഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലായി, അതിന് എക്സാമ്പിളായി. ഇനി നമ്മൾ ഗ്രാഫ് എന്ന് പറയുന്നത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ റോൾസ് ലോയുടെ ഗ്രാഫ്, റോൾസ് ലോ ആണിത്. റോൾസ് ലോ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, നമ്മൾ വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് ഗ്രാഫ് വരച്ചാൽ മതിയാകും. ഇവിടെ വരച്ച് കാണിക്കാം. വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ആണ് ഗ്രാഫ്. അപ്പോൾ വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ, വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ, ഇതാണ് ഗ്രാഫ്. അതായത് മോൾ ഫ്രാക്ഷൻ എക്സ് ആക്സിസിൽ വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ സോ ഇവിടെ നമുക്ക് കൈ എ എന്ന് കാണിക്കാം. കൈ എ ഇവിടെ 0 ആണ്. കൈ എ ഈസ് ഈക്വൽ ടു 0. ഇവിടെ കൈ എ 1 ആണ്. ഇവിടെ കൈ ബി എന്ന് എഴുതാം. കൈ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഇവിടെ നമുക്ക് കൈ ബി എന്ന് എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമ്മൾ സൂചിപ്പിക്കുന്നത് ഇവിടെ എയുടെ കേസിൽ നമുക്ക് പറയാം ദിസ് ഈസ് ദ ഗ്രാഫ് ഫോർ പി എ. അതായത് പി എ എന്താണ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ. പി എ ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ ആണ് സൂചിപ്പിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എ എന്ന് പറയുന്ന കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. സോ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പി നോട്ട് എ ആയിരിക്കും. ഇനി നമുക്ക് ഈ ഗ്രാഫ് നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ ഗ്രാഫ് ഫോർ എന്താണ് പി ബി ആണ്. പി ബി ഈസ് ഈക്വൽ ടു പി നോട്ട് ബി ഇൻറ്റു കൈ ബി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് ബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേപ്പർ പ്രഷർ എന്താണ് പ്യുവർ കമ്പോണൻറ്റ് ബിക്ക് ഈക്വൽ ആണ്, പി നോട്ട് ബി. അപ്പോൾ ഇത്രയും നമുക്ക് എഴുതാൻ കഴിയും. അതേപോലെ ടോട്ടൽ പ്രഷർ എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ പ്രകാരം ഇത് രണ്ടും യോജിപ്പിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ പി ടി നമുക്ക് കിട്ടും. ടോട്ടൽ പ്രഷർ പി എ പ്ലസ് പി ബി ആണ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഗ്രാഫ്. നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മതിയാകും. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് ഇത്ര നമ്മൾ ചെയ്താൽ മതി. ഈ ഗ്രാഫ് വരക്കാൻ അറിയാം. ബി എന്ന് പറയുന്നത് പി നോട്ട് ബി 1 ആകുമ്പോൾ പി നോട്ട് ബി, എ 1 ആകുമ്പോൾ പി നോട്ട് എ വേപ്പർ പ്രഷർ. ഇതാണ് ഓർമ്മിക്കാനുള്ളത്. എളുപ്പമാണ്. ഗ്രാഫായി എക്സാമ്പിളായി ഇത്രയും കാര്യങ്ങൾ മതിയാകും. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ? അപ്പോൾ നമുക്കിവിടെ നോൺ ഐഡിയൽ സൊല്യൂഷൻ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൊല്യൂഷൻ വിച്ച് ഡു നോട്ട് ഒബേ റോൾസ് ലോ ഓവറോൾ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. ഇതിനെയാണ് നമ്മൾ റോൾസ് ലോ, ഇതിനെയാണ് നമ്മളെന്ത് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പോയിന്റ് നോൺ ഐഡിയൽ സൊല്യൂഷൻ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയി. നമുക്കിവിടെ വിച്ച് ഡു നോട്ട് ഒബേ എന്ന് പറഞ്ഞാൽ റോൾസ് ലോ പി എ നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും പി നോട്ട് എ ഇൻറ്റു കൈ എ, പി ബി നോട്ട് ഈക്വൽ ടു പി നോട്ട് ബി ഇൻറ്റു കൈ ബി. അത് നമുക്ക് എല്ലാം നോട്ട് ഈക്വൽ ടു എന്ന് പറയാം. ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് 2 ടൈപ്പ് നോൺ ഐഡിയൽ സൊല്യൂഷനാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ, അതായത് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ 2 ടൈപ്പിൽ ഒന്നാമത്തെ നമ്മൾ പറയാം സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ, സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതായത് എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ കഴിയും? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന കേസിൽ ഞാൻ ഇവിടെ എഴുതാം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്താണ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. അതായത് നമുക്ക് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ കൂടുതലാണ് അർത്ഥം. അപ്പോൾ നമുക്ക് വേപ്പർ പ്രഷർ ഐഡിയൽ സൊല്യൂഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റോൾസ് ലോ ഒബേ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ നോൺ ഐഡിയൽ ആണ്, ഇത് റോൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. അതായത് വേപ്പർ പ്രഷർ ഇവിടെ കൂടുതലായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും. അതായത് പി എ ഈക്വൽ ടു ആയിരിക്കില്ല, പി എ ഗ്രേറ്റർ ദാൻ പി നോട്ട് എ ഇൻറ്റു കൈ എ, പി എ ഗ്രേറ്റർ ദാൻ പി നോട്ട് എ ഇൻറ്റു കൈ എ ആൻഡ് പി ബി ഗ്രേറ്റർ ദാൻ പി നോട്ട് ബി ഇൻറ്റു കൈ ബി. അപ്പോൾ ഇത് നമുക്ക് റോൾസ് ലോ ഒബേ ചെയ്യുന്നത് ഗ്രേറ്റർ ദാൻ ആയിരിക്കും, കൂടുതലാണ് വേപ്പർ പ്രഷർ. അതേപോലെ ടോട്ടൽ പ്രഷർ പി ടി എന്ന് പറയാം, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ പി എ പ്ലസ് പി ബി. ഇത് നമുക്ക് എഴുതാൻ കഴിയും. അതായത് വേപ്പർ പ്രഷർ പോസിറ്റീവാണ്. ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടുന്നത് ഐഡിയൽ സൊല്യൂഷൻ്റെ കേസിൽ.
പക്ഷേ ഇത് നോൺ ഐഡിയൽ ആണ്, കൂടുതലാണ് ഇവിടെ നമുക്ക്, അതാണ് ഗ്രേറ്റർ ദാൻ വന്നത്. ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സിൽ ഡെൽറ്റ വി മിക്സിംഗ് ആണ് നമ്മൾ നേരത്തെ എഴുതിയത്. 0 അല്ല, ഇവിടെ ഗ്രേറ്റർ ദാൻ 0 ആണ്. എന്ന് വെച്ചാൽ എന്താ, പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലായി, ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0 ആണ്, അതായത് വോളിയം കൂടുന്നു. ഇനി നമ്മൾ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എച്ച് ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ 0, അതായത് പോസിറ്റീവ് ആണ്. ഇതാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. വേപ്പർ പ്രഷർ കൂടുന്നു, മിക്സിംഗ് വോളിയം കൂടുന്നു, അതേപോലെ ഹീറ്റ് ചേഞ്ച് കൂടുന്നു, എന്ന് വെച്ചാൽ പോസിറ്റീവ് ആകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഡെൽറ്റ വി മിക്സിംഗ് എന്നാൽ വോളിയം ചേഞ്ച് 0 അല്ല, അത് കൂടുന്നു, വോളിയം കൂടുന്നുണ്ട് സ്ലൈഡ്സ്. അതേപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് ആണ് ഹീറ്റ് ചേഞ്ച് ഉണ്ടാകും. ഹീറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നു എന്നാണ്. ഹീറ്റ് അബ്സോർപ്ഷൻ നടക്കുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് വാല്യൂ ഉണ്ടാവുക. സോ നമുക്ക് പറയാം ഡെൽറ്റ എച്ച് മിക്സിംഗ് എന്താണ്, 0 അല്ല, ഗ്രേറ്റർ ദാൻ 0 ആണ്, ദാറ്റ് ഈസ് പോസിറ്റീവ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ എല്ലാം പോസിറ്റീവാണ്. വേപ്പർ പ്രഷർ കൂടുന്നു, വോളിയം കൂടുന്നു, അതേപോലെ ഡെൽറ്റ എച്ച് മിക്സിംഗ് കൂടുന്നു. ഇനി നമുക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇനി നമുക്ക് റീസൺ, ഇവിടെ എന്താണ് മോളിക്കുലർ ഇൻ്ററാക്ഷൻ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അതായത് എ ബി തമ്മിൽ മിക്സ് ആക്കുമ്പോൾ എ ബി മോളിക്കുലർ ഇൻ്ററാക്ഷൻ എപ്പോഴും വീക്കർ ദാൻ ദാറ്റ് ഓഫ് എ ആൻഡ് ബി മോളിക്കുലർ ഇൻ്ററാക്ഷൻ. ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അതായത് വേപ്പർ പ്രഷർ കൂടുന്നു, അതായത് എസ്കേപ്പിംഗ് ടെൻഡൻസി കൂടുന്നു ഇവിടെ നമ്മൾ പുതിയൊരു സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ. അതുകൊണ്ട് തന്നെ വേപ്പർ സ്റ്റേജിലേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു. അത് നമ്മൾ ഓർമ്മിച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയി കഴിഞ്ഞു. നമ്മൾ ചെയ്യേണ്ടത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ വരച്ചത് വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. ഇവിടെ നോക്കാം ഗ്രാഫ്, നമുക്ക് വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ എഴുതാം വേപ്പർ പ്രഷർ എഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് നമുക്ക് വരക്കാം. ഇവിടെ നമ്മൾ കൈ എ എന്ന് എഴുതാം, that is equal to 0 and കൈ ബി is equal to 1 and കൈ എ is equal to 1, കൈ ബി is equal to 0. ഇങ്ങനെയാണ് നമ്മൾ നേരത്തെ വരച്ചത്. സോ നമുക്ക് ഗ്രാഫ് നമുക്ക് ഈസി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് പോകാം. ഇങ്ങനെയുള്ള സ്ട്രൈറ്റ് ലൈൻ, ഇത് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് നമ്മൾ ആദ്യം വരച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നു വാല്യൂസ് പറഞ്ഞു. പി നോട്ട് ബി എന്നാണ് ഇവിടെ വേണ്ടത്. ബി 1 ആകുമ്പോൾ 1 കമ്പോണൻറ്റ് മാത്രമുള്ളപ്പോൾ ബി നോട്ട് ബി, അതേപോലെ ഇവിടെ എ മാത്രമാകുമ്പോൾ പി നോട്ട് എ. പ്യുവർ കമ്പോണൻറ്റിന് ഈക്വൽ ആയിരിക്കും. പ്യുവർ കമ്പോണൻറ്റ് അതായത് ഇവിടെ എ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് പറയാം വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു പ്യുവർ കമ്പോണൻറ്റ്. വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണൻറ്റ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇത് എന്താണെന്ന് അറിയാം. പക്ഷേ ആക്ച്വലി ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്. ഇനി നമ്മൾ നോൺ ഐഡിയൽ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വേപ്പർ പ്രഷർ കൂടുന്നു. അപ്പോൾ നമുക്ക് പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കൂടുന്നതായിട്ട് കാണിക്കണം. ഇതാണ് നമുക്ക് ഗ്രാഫ് ഇങ്ങനെ കൂടുന്നതായിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇങ്ങനെ വരക്കാം. ഇതാണ് നമ്മൾ കൂടുതൽ പോസിറ്റീവ് ഡീവിയേഷനാണ്, എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ്. അതേപോലെ ഇവിടെയും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാം. അതേപോലെ ഇവിടെയും പോസിറ്റീവ് ഡീവിയേഷൻ, അതായത് കൂടുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടി. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഗ്രാഫിന് നമുക്കിങ്ങനെ, ഇത് പിന്നെ എയുടെ ഗ്രാഫാണ്, അതുകൊണ്ട് നമുക്കിതിനെ എന്ത് പറയാം, പി എ ഗ്രേറ്റർ ദാൻ പി നോട്ട് എ ഇൻറ്റു കൈ എ എന്ന് പറയാം. ഇനി ഇവിടെ ആണെങ്കിൽ ഈ ഗ്രാഫ് പി ബിയുടെ ഗ്രാഫാണ്, പി ബി ഗ്രേറ്റർ ദാൻ പി നോട്ട് ബി ഇൻറ്റു കൈ ബി. ഇനി ഇതിനെ ആണെങ്കിൽ നമുക്ക് ടോട്ടൽ പ്രഷർ ഗ്രേറ്റർ ആണ്, പി ടി ഗ്രേറ്റർ ദാൻ പി എ പ്ലസ് പി ബി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി, ഐഡിയൽ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫായി. ഇത്രയാണല്ലോ നമ്മൾ ഇങ്ങനെ കൂടുതലായിട്ട് വേപ്പർ പ്രഷർ കൂടുന്നതായിട്ട് കാണിക്കുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ പോസിറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ്. ഇതുമായി ഇനി നമുക്ക് എക്സാമ്പിൾ പറയണം. എക്സാമ്പിൾ ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ എക്സാമ്പിളാണ് മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് സൈക്ലോഹെക്സേൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. അവിടെ നമ്മൾ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് സൈക്ലോഹെക്സെയിൻ, അത് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ അത് എക്സാമ്പിൾ ആണ്, ആ സൊല്യൂഷൻ ഷോ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും എക്സാമ്പിൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണ് ഫോർ സൊല്യൂഷൻ ഷോയിങ് പോസിറ്റീവ് ഡീവിയേഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ആയി, ഗ്രാഫായി, എക്സാമ്പിളായി. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ വേസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാറ്റ് ഈസ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അതായത് നോൺ ഐഡിയൽ സൊല്യൂഷനിൽ നമ്മൾ രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു. നെഗറ്റീവ് ഡീവിയേഷൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ, ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഫസ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ഒന്നാമത്തെ പോയിന്റ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് പി എ എന്തായിരിക്കും ലെസ് ദാൻ പി നോട്ട് എ ഇൻറ്റു ഖൈ എ, പി ബി എന്തായിരിക്കും പി ബി ലെസ് ദാൻ പി നോട്ട് ബി ഇൻറ്റു ഖൈ ബി. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അതേപോലെ ടോട്ടൽ പ്രഷർ ലെസ് ദാൻ ദാറ്റ് ഓഫ് പി എ പ്ലസ് പി ബി. ഇത് നമുക്ക് എഴുതാം. ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. ഡെൽറ്റ വി മിക്സിംഗ്, ഡെൽറ്റ വി മിക്സിംഗ് എന്താണ് ലെസ് ദാൻ ആണ്, ലെസ് ദാൻ ദാറ്റ് ഓഫ് 0, ദാറ്റ് ഈസ് നെഗറ്റീവ്. ആൻഡ് ഡെൽറ്റ എച്ച് മിക്സിംഗ് നമുക്ക് എഴുതാം, ഡെൽറ്റ എച്ച് മിക്സിംഗ് ലെസ് ദാൻ 0. ഇത്രയും പോയിന്റാണ് നമുക്ക് എഴുതാൻ കഴിയുക നെഗറ്റീവ് ഡീവിയേഷനിൽ. അപ്പോൾ ഇവിടെ റീസൺ നോക്കാം. ഇത് വേപ്പർ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഡെൽറ്റ വി മിക്സിംഗ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വോളിയം ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹീറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഹീറ്റ് ഇവല്യൂഷനാണ് നടക്കുന്നത്. ഇത് പുറത്തേക്ക് പോവുകയാണ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ദ സൊല്യൂഷൻ. അത് എന്തുകൊണ്ടാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ന്യൂ സൊല്യൂഷൻ എയും ബിയും തമ്മിൽ മിക്സ് ആക്കിയിട്ട് ഒരു പുതിയ സൊല്യൂഷൻ ഉണ്ടാകുമ്പോൾ എ ബി മോളിക്കുലാർ ഇൻട്രാക്ഷൻ ആണ് ഉണ്ടാവുക. എ ബി മോളിക്കുലാർ ഇൻറ്ററാക്ഷൻ ആർ സ്ട്രോങ്ങർ in the case of negative deviation. അതായത് എ ബി മോളിക്കുലാർ ഇൻട്രാക്ഷൻ ആർ സ്ട്രോങ്ങർ ദാൻ ദാറ്റ് ഓഫ് എ എ ആൻഡ് ബി ബി മോളിക്കുലാർ ഇൻട്രാക്ഷൻ. അതുകൊണ്ടാണ് നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത്. ഇത്രയുമായി ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ആയി. ഇനി അതിൻ്റെ ഗ്രാഫ് നമ്മൾ നേരത്തെ വരച്ച പോലെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. നെഗറ്റീവ് ഡീവിയേഷൻ സോ എളുപ്പമാണ്. സോ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കുന്ന അറിയാം. നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വേപ്പർ പ്രഷർ അഗെയിൻസ്റ്റ് മോൾ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ ഖൈ എ 0, ഖൈ ബി 1. അപ്പോൾ നമുക്ക് ഖൈ എ 1, ഖൈ ബി 0 എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത് ഖൈ എ ഇത് എയുടെ ഗ്രാഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ബിയുടെ ഗ്രാഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതേപോലെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വരക്കുക. ഇനി നമ്മൾ നെഗറ്റീവ് ഡീവിയേഷൻ ആയതുകൊണ്ട് വേപ്പർ പ്രഷർ ആക്ച്വലി ഇത് ഐഡിയൽ സൊല്യൂഷൻ്റെതാണ്. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് വരക്കുമ്പോൾ വേപ്പർ പ്രഷർ നേരെ കുറയുന്നു, എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് കാണിക്കാൻ കഴിയും. ദിസ് ഈസ് ദ ലോവർ പൊസിഷനിലേക്ക് നമ്മളിങ്ങനെ കാണിക്കും. അതായത് ഇതിനേക്കാളും കുറവാണ് അർത്ഥം. നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും കുറവാണ്, ഇവിടെ നമുക്ക് കുറവാണ്. സോ ഇതെന്താണ് പി, ഇവിടെ നമുക്ക് പി ബി ഇതെന്താണ് ഗ്രാഫ് പി ബി ലെസ് ദാൻ ആണ് പി നോട്ട് ബി ഇൻറ്റു ഖൈ ബി. അതേപോലെ ഇവിടെ നമുക്ക് പി എ ലെസ് ദാൻ ആണ് പി നോട്ട് എ ഇൻറ്റു ഖൈ ബി. അതേപോലെ ടോട്ടൽ പ്രഷറും അതേപോലെ നമുക്ക് ഇവിടെ എഴുതാം. ദറ്റ് ഈസ് പി ടോട്ടൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് പി എ പ്ലസ് പി ബി. ഇത്രയുമായാൽ നമുക്ക് ഗ്രാഫായി. അതേപോലെ ഇവിടെ പി നോട്ട് ബി ആണ്, ഇവിടെ പി നോട്ട് എ ആണ്, ഓർമ്മിക്കുക. സോ നമുക്ക് ഗ്രാഫായി. നെഗറ്റീവ് ഡീവിയേഷൻ്റെ ഗ്രാഫ് നമുക്ക് വരക്കുന്ന അറിയാം. ലോവർ അതായത് നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരക്കണം, പോസിറ്റീവ് ഇങ്ങനെ വരക്കണം. ഇത്രയാണുള്ളൂ നമുക്ക് ഗ്രാഫായി എന്തിൻ്റെ നെഗറ്റീവ് ഡീവിയേഷൻ. ഇതിന് എക്സാമ്പിൾ പറയണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. അസറ്റോണും ക്ലോറോഫോമും എക്സാമ്പിളാണ്. അത് നമ്മൾ മിക്സ് ആക്കുമ്പോൾ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ മോളിക്കുലർ ഇൻട്രാക്ഷൻ കൂടുന്നു, അത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. അസറ്റോൺ ആൻഡ് ക്ലോറോഫോം. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ ലിങ്ക് ഉണ്ട്, സൊല്യൂഷൻ എന്ന ചാപ്റ്ററിന് ലിങ്ക് ഉണ്ട്, അത് കാണുക. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് മീൻ ബൈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 2 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ഡിഫറെൻറ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അതായത് പ്രോപ്പർട്ടീസ് ഓഫ് ഡൈല്യൂട്ട് സൊല്യൂഷൻ വിച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. സൊല്യൂട്ട് പാർട്ടിക്കിൾസിൻ്റെ നമ്പറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി, സൊല്യൂഷൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇപ്പോൾ 1 മാർക്കായി. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒന്നാമത്തത് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. രണ്ടാമത്തത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. മൂന്നാമത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ആൻഡ് ഫോർത്ത് വൺ ഈസ്
ഓസ്മോട്ടിക് പ്രഷർ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇവിടെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഇവിടെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നെയിം ദ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ആൻസറായി വാട്ട് ഈസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഇനി നമ്മൾ ഓരോന്ന് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതായത് ഫസ്റ്റിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റ് നോട്ട്സ് ഓൺ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മളൊരു ലിക്വിഡ്, ഒരു വോളറ്റൈൽ ലിക്വിഡിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുവർ സോൾവെൻറ്റിലേക്ക് നമ്മളൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യും. ഇപ്പോൾ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇവിടെ വേപ്പർ പ്രഷർ ഈസ് ലോവേഡ്. അതിനെയാണ് നമ്മൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു എയും ബിയും തമ്മിൽ നമ്മൾ മിക്സ് ആക്കുന്നു. ബി ഈസ് നോൺ വോളറ്റൈൽ. ബി എന്താണ്? നോൺ വോളറ്റൈൽ ആണ്. സോ നമുക്ക് അക്കോർഡിംഗ് ടു റോൾസ് ലോ പ്രകാരം നമുക്ക് സൊല്യൂഷൻ്റെ പ്രഷർ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ എന്തിന് ഈക്വലാണ്? പി എക്ക് ഈക്വലാണ്. എയും ബിയും ആണ്. ബി നോൺ വോളറ്റൈൽ ആണ്. വേപ്പർ പ്രഷറിന് നോ കോൺട്രിബ്യൂഷൻ ആണ് ബി എന്ന് പറയുന്ന നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്. അതുകൊണ്ട് പി എസ് സൊല്യൂഷൻ്റെ പ്രഷർ എന്തിന് ഈക്വലാണ്? പി എക്ക് ഈക്വലാണ്. ഇനി നമുക്ക് പറയാനുള്ളത് പി എ എന്താണ്? പി എ അക്കോർഡിംഗ് ടു റോൾസ് ലോ പി എ ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ എ. നമുക്കിങ്ങനെ എഴുതാൻ കഴിയും. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ സംഭവിക്കുന്നത്, അതായത് സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷർ കുറയുന്നു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഡെൽറ്റ പി എ എന്ന് സൂചിപ്പിക്കാം. ഡെൽറ്റ പി എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നമുക്ക് ഡെൽറ്റ പി എ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് പി നോട്ട് എ മൈനസ് പി എ ആണ്. പി നോട്ട് എ മൈനസ് പി എ എന്ന് പറഞ്ഞാൽ ഇവിടെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആണ് പറയുന്നത്. അതായത് സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് പി നോട്ട് എ ആണ്, കുറവാണ്. സോ ദിസ് ടേം ഈസ് എന്താണ്? ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ 1 പി എ എന്ന് പറഞ്ഞാൽ പി നോട്ട് എ ഇൻറ്റു കൈ എ ആണ്. ഇക്വേഷൻ 1 നമ്മൾ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് 1 ഇൻറ്റു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഡെൽറ്റ പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു പി നോട്ട് എ മൈനസ് പി നോട്ട് എ ഇൻറ്റു കൈ എ എന്ന് എഴുതാൻ കഴിയും. ഇനി നമുക്ക് പി നോട്ട് എനെ കോമൺ ആയിട്ട് എടുത്താൽ 1 മൈനസ് കൈ എ എന്ന് എഴുതാം. ഇനി നമുക്ക് ഓൾറെഡി അറിയാം 1 മൈനസ് കൈ എ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാം ദാറ്റ് ഈസ് കൈ ബി ആണ്. അതായത് കൈ എ പ്ലസ് കൈ ബി ഈസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് സോ നമുക്ക് ഡെൽറ്റ പി എ ദാറ്റ് ഈസ് ഈക്വൽ ടു പി നോട്ട് എ ഇൻറ്റു കൈ ബി എന്ന് എഴുതാം. ബിക്കോസ് 1 മൈനസ് കൈ എ ഈസ് കൈ ബി. ഇനി ഇപ്പോൾ നമുക്ക് ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോൾ നമുക്ക് പ്യുവർ, അതായത് വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെൻ്റ് ആണ് എ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഡെൽറ്റ പി എ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ. പി നോട്ട് എ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സാധനം ഡെൽറ്റ പി എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പി നോട്ട് എ മൈനസ് ആണ് പി നോട്ട് എ മൈനസ് പി എ ആണ് ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്കറിയാം ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി നോട്ട് എ ഇൻറ്റു കൈ ബി ആണ്. നമുക്കറിയാം പി നോട്ട് എ ഇൻറ്റു കൈ ബി ആണ്. സോ പി നോട്ട് എ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. പി നോട്ട് എ ഇൻറ്റു കൈ ബി ഡിവൈഡഡ് ബൈ പി നോട്ട് എ എന്ന് വരും. പി നോട്ട് എയും ക്യാൻസൽ ചെയ്യപ്പെടും. സോ നമുക്ക് കൈ ബി എന്ന് കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക പി നോട്ട് എ മൈനസ് പി എ ബൈ പി നോട്ട് എ ഇൻറ്റു കൈ ബി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് പി നോട്ട് എ മൈനസ് പി എ ബൈ പി നോട്ട് എ, ഈ ടേമിന് നമ്മൾ പറയുന്നതാണ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ വിച്ച് ഈസ് ഈക്വൽ ടു കൈ ബി. ഇതിനാണ് നമ്മൾ കൈ ബി എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് ഈ ടേം കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഇത് എന്തിന് ഡിപ്പെൻഡബിൾ ആണ്? നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾ. കൈ ബി എന്ന് പറഞ്ഞാൽ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ സൊല്യൂട്ട് ആണ്. അപ്പോൾ നമുക്കിവിടെ കൈ ബി എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ എന്ത് എഴുതാം? ഡയറക്റ്റ് എഴുതാം. അതായത് പി നോട്ട് എ മൈനസ് പി എ ഡിവൈഡഡ് ബൈ പി നോട്ട് എ ഈക്വൽ ടു കൈ ബി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോൾസ്. ഇവിടെ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ്റെ കേസിൽ നമുക്ക് നമ്പർ ഓഫ് മോൾസ് റേഷ്യോ നമുക്ക് എൻ ബി ബൈ എൻ എ പ്ലസ് എൻ ബി ആണ്. സോ വെരി ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയതുകൊണ്ട് ബി എന്ന് പറയുന്ന സൊല്യൂട്ട് കുറവാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എൻ ബി ബൈ
NA എന്ന് എഴുതാം. NB by NA എന്ന് എഴുതാം. NB by NA എന്ന് പറയുമ്പോൾ നമ്മളിവിടെ NB നമ്പർ ഓഫ് മോൾസ് ഓഫ് ബിയും അതേ നമ്പർ ഓഫ് മോൾസ് ഓഫ് എയും നമുക്ക് കാണുന്നത് അറിയാം. സോ ഞാൻ ഒരു സ്റ്റെപ്പ് തന്നെ ഇതിൻ്റെ NB NA എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം. P0A മൈനസ് PA ഡിവൈഡഡ് ബൈ P0A ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമ്മൾ WB ഇൻറ്റു നമ്മൾ എഴുതുന്നു MA ഡിവൈഡഡ് ബൈ WA ഇൻറ്റു MB. സോ ഇതിൽ നിന്ന് നമുക്ക് MB കണ്ടുപിടിക്കാം. MB എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. ഇതാണ് B ആണ് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? ഈ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതും. MB ഈസ് ഈക്വൽ ടു എന്ന് എഴുതാം. അതായത് P0A ഇൻറ്റു WB ഇൻറ്റു MA ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് P0A മൈനസ് PA എന്ന് എഴുതാം ഇൻറ്റു എന്താണ് WA. ഈ ഇക്വേഷൻ വഴി നമുക്ക് മോളാർ മാസ് ഓഫ് ദ സൊല്യൂട്ട് കണ്ടുപിടിക്കാം. ഈ ഡാറ്റാസ് അറിയാമെങ്കിൽ P0A എന്ന് പറഞ്ഞാൽ വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ സോൾവെൻ്റ് ആണ്. WB എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദ സൊല്യൂട്ട് ആണ്. MA എന്ന മോളാർ മാസ് ഓഫ് ദ സോൾവെൻ്റ് ആണ്. അതേപോലെ P0A എന്ന് പറഞ്ഞാൽ P0A മൈനസ് PA ഇസ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് WA ഇസ് ദ മാസ് ഓഫ് ദ സോൾവെൻ്റ്. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ്, നമുക്ക് എളുപ്പമാണ്. സൊല്യൂഷൻ നോൺ വോൾട്ടേജ് സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷൻ്റെ പ്രഷർ സോൾവെൻറ്റിൻ്റെ പ്രഷർ A എന്ന് പറയുന്ന സോൾവെൻ്റെ പ്രഷർ ഈക്വൽ ആണ്. ബിക്കോസ് നോൺ വോൾട്ടൈൽ ആണ്. അതുകൊണ്ടാണ് PS = PA എന്ന് എഴുതിയത്. റോൾസ് ലോ എഴുതുന്നു. എന്താണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എഴുതുന്നു. ഇതിനെ നമ്മൾ ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. റിലേറ്റ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഉപയോഗിച്ച് നമുക്ക് മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ ഇത് വളരെ സ്പീഡായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് ഈ ചാപ്റ്ററിൽ വരുന്ന എല്ലാ പോർഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നതാണ്. ഫോക്കസ് ഏരിയ ബേസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വിവിധ പോർഷൻസ് ആയിട്ട് വിവിധ പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കെമി മാസ്റ്ററിൻ്റെ വീഡിയോ നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ക്ലാസ് കണ്ടാൽ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാം വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ വളരെ കോൺഫിഡൻറ്റോടു കൂടി ഈ വീഡിയോ ക്ലാസ് കണ്ട് വളരെ കോൺഫിഡൻറ്റോടു കൂടി നിങ്ങളുടെ എക്സാമിന് പോവുക. ഓൾ ദി ബെസ്റ്റ്.